കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങയിലയും പരിപ്പും തേങ്ങ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കറി ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങയില വളരെ പോഷകമൂല്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. കണ്ണിനും സ്കിന്നിനും ഹൃദയാരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് മുരിങ്ങയില. അതിൻ്റെ പോഷകമൂല്യം നഷ്ടപ്പെടാതെ പാചകം ചെയ്ത് കഴിക്കണം കേട്ടോ. അതിനായി അധികം മൂക്കാത്ത മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പുഴുക്കളോ മാറാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ഇലകൾ മാത്രം എടുത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഇലകളെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൽ നിറയെ അഴുക്കുകൾ പൊടികളെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. തിരുമ്പി ഉടക്കിയൊന്നും ചെയ്യരുത് കേട്ടോ. ഇല ഒട്ടും പൊട്ടിപ്പോകാതെ ഫ്രഷായിട്ട് തന്നെ കഴുകി വെള്ളം വരാനായിട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതിലേക്ക് എരിവുള്ള പച്ചമുളകും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് എരിവിൻ്റെ ആവശ്യത്തിന് കൂടുതലായിട്ട് ഇതിലേക്ക് ചേർക്കണം. പരിപ്പായതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചട്ടിയിലായതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചൊന്ന് വേവട്ടെ. കുക്കറിലും വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ ചിരവിയെടുത്തതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചേർത്തൊന്ന് അരയ്ക്കണം. ഒന്ന് അരഞ്ഞു വരുമ്പോൾ വീണ്ടും അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചെറിയ സവാള ഉണ്ടായി, അതാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പരിപ്പ് നന്നായി വെന്തുടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. സോക്ക് ചെയ്ത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്. അതൊന്ന് കുറച്ച് ഉടയ്ക്കാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കറി തയ്യാറാക്കുമ്പോൾ പറയാം, കണ്ടു നോക്കൂ. നന്നായിട്ട് വെന്തുടഞ്ഞ പരിപ്പിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കളറിന് ആവശ്യത്തിനുള്ളത് ഇടണം. പിന്നെ അല്പം മുളക് പൊടി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. പാകത്തിന് ഉപ്പും കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് വീണ്ടും അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേ പരിപ്പ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാണെന്നറിയോ? നമ്മൾ കറി കഴിക്കുമ്പോൾ ഇലയുടെ കൂടെ ഈ പരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട കേട്ടോ. എല്ലാ പരിപ്പും ഉടച്ച് ചേർത്തോളൂ. ഇതാ കാണുമ്പോഴേ ഒരു രസമല്ലേ. ഇല ഇട്ട് കഴിഞ്ഞാൽ അധികം തിളക്കിയൊന്നും വേണ്ട കേട്ടോ. ചട്ടി നല്ല പഴുത്തിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തു. ആ ചൂടിൽ തന്നെ ഇല വെന്തിട്ടുണ്ടാവും. കൂടുതൽ നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടും. ഇനി ഒന്ന് താളിച്ചൊഴിക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് മുരിങ്ങയില കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.